ധനവാനല്ല, പത്യോപദേശത്തിൽ ജാഗ്രത കാണിക്കാൻ വേണ്ടിയാണ്. അതിന്റെ അർത്ഥം നമുക്ക് വരുമാനം വേണ്ടെന്നല്ല, ജോലി വേണ്ടെന്നല്ല, വിദ്യാഭ്യാസം വേണ്ടെന്നല്ല. പക്ഷെ ഇതിലൊന്നിലും ദൈവനാമത്തെ കൊണ്ട് കുരുക്കരുത്. സ്തോത്രം. ദൈവനാമം നമ്മുടെ ഹൃദയത്തിൽ വേർപെട്ടിരിക്കണം. ഇതെല്ലാം ഭൗതിക നന്മയുടെ കാര്യങ്ങളാണ്. അതിൽ ദൈവനാമത്തെ എന്ത് ചെയ്യരുത്? നമ്മൾ കലർത്തരുത്. അത് അത്യാഗ്രഹമാണ്. സ്തോത്രം. അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. അതിനുവേണ്ടി അല്ല ആയുസ് നീട്ടിത്തരുന്നത്. നമ്മളിൽ അത്യാഗ്രഹവും വിഗ്രഹാരാധനയും നാം ഒഴിച്ചു മാറ്റാൻ വേണ്ടിയാണ് ആയുസ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. ദുർനടപ്പ്, യാതൊരു അശുദ്ധി, അത്യാഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഇടയിൽ പേര് പറക പോലും അരുത്. ആ രീതിയിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് നമുക്ക് ആയുസ് നീട്ടിത്തരുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഉദാഹരണമായിട്ട് എന്റെ ജീവിതം ഒരു 5 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഈ ലോകത്ത് മാറ്റപ്പെട്ടെങ്കിൽ ഈ വചനത്തിന്റെ വിശുദ്ധീകരണം പ്രാപിക്കാൻ എനിക്ക് കഴിയുമായിരുന്നോ? ഇല്ല. സ്തോത്രം. അതുകൊണ്ട് ഓരോ ദിവസം കഴിയുന്തോറും വചനത്തിൽ കൂടിയുള്ള വിശുദ്ധീകരണം പ്രാപിക്കാൻ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തണം, കീഴ്പ്പെടുത്തണം. അതുപോലെ വചനം കേൾക്കുന്നവരും വചനം വായിക്കുന്നവരും എല്ലാവരും പ്രൈസ് ദി ലോർഡ് ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ പുഷ്ടിയുള്ളവരായി മാറണം. ആത്മീയ പുഷ്ടിയുള്ളവരായി മാറണം. ആത്മീയ മേന്മയുള്ളവരായി മാറണം. പുഷ്ടി നിമിത്തം മുഖത്ത് എന്ത് ചെയ്യണം? ആമെ തകർത്ത് കളയണം. സ്തോത്രം. പുഷ്ടി ഉണ്ടാകണമെങ്കിൽ വചനം കണ്ടെത്തി ഭക്ഷിക്കണം. വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. സ്തോത്രം. അവിടെയാണ് പുഷ്ടി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് നമുക്ക് ആയുസ്സിനെ നീട്ടിത്തരുന്നത്. വായിക്കാം. അങ്ങനെയാകുന്ന വിശുദ്ധന്മാർക്ക് ഉചിതം ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ദൈവരാജ്യത്തിന് യോഗ്യമല്ലാത്ത, അല്ലെങ്കിൽ ദൈവഭവനത്തിന് യോഗ്യമല്ലാത്ത ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ അരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ആയുസ്സിന് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധി തയ്ക്കാൻ വേണ്ടിയാണ് ആയുസ് തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവമക്കൾ എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ വേണ്ടി അല്ല ആയുസ് തരുന്നത്. ഭൗതിക നന്മകളെ ഓർത്ത് സാക്ഷ്യം പറയാനല്ല ആയുസ് തരുന്നത്. പാപമോചനമെന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് സാക്ഷ്യം പറയാനും ആത്മീയമായ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് വിശുദ്ധി തികയ്ക്കാൻ വേണ്ടിയാണ് നമുക്ക് ആയുസ് തരുന്നത്. അതിന് പാട്ടുകാരൻ പാടുന്നത്, വിശുദ്ധി തികച്ച് നാം ഒരുങ്ങി നിൽക്കാം, ആ പ്രിയൻ വരുവൻ താമസമേറെയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊട്ടാരം ഉണ്ടാക്കാനല്ല ആയുസ് തരുന്നത്, വിശുദ്ധി തികയ്ക്കാൻ വേണ്ടിയാ. വിശുദ്ധി തികയ്ക്കുന്നതിന്റെ പുറകില് കൊട്ടാരം ജീവിതത്തിൽ കിട്ടുന്നതെങ്കിൽ അനുഭവിച്ചോ, അതിന് ദൈവം വിരോധം അല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കൊട്ടാരം ദൈവം തന്നെന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കരുത്. ഭൂമിയിലെ കൊട്ടാരം തരുന്ന ദൈവമല്ല, ഭൂമിയിലെ അധിപതിയാ. പ്രൈസ് ദി ലോർഡ്. സർവ്വലോകം എവിടെ കിടക്കുന്നു? ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. അപ്പോൾ ഭൂമിയിലെ കൊട്ടാരവും ഭൂമിയിലെ വിദ്യാഭ്യാസവും ഭൂമിയിലെ മറ്റ് എല്ലാ കാര്യങ്ങളും ആരുടെ അധികാരത്തിൽ കിടക്കുന്നു? ദുഷ്ടന്റെ അധികാരത്തിലാ. അപ്പോൾ നമുക്ക് തരുന്ന ആരാ? അതിന്റെ അർത്ഥം നമുക്ക് ഈ വിദ്യാഭ്യാസവും ലഭിക്കേണ്ട ഉദ്യോഗവും അല്ലെങ്കിൽ അറിവും ലോകപ്രകാരമുള്ള വസ്തുവക ഇത് വേണ്ടെന്നാണോ? വേണ്ടെന്നല്ല, അനുഭവിക്കണം. പക്ഷേ സ്തോത്രം, അതിന്റെ അകൃത്യം നമ്മളെ പിടിക്കരുത്. സ്തോത്രം. അതിന്റെ അകൃത്യം നമ്മെ ബാധിക്കരുത്. വിശുദ്ധിയെ തികയ്ക്കാൻ വേണ്ടി ആയുസ് തരുന്നത്. സ്തോത്രം. വിശുദ്ധിയെ തികയ്ക്കാൻ വേണ്ടി ആയുസ് തരുന്നത്. സ്തോത്രം. എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, ശേഷമുള്ള സകലരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമാണ് വിശുദ്ധിയെ തികയ്ക്കുക. 2 കൊരിന്ത്യർ 7:1 വായിക്കുമ്പോൾ സ്തോത്രം, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിന്റെയും ആത്മാവിന്റെയും സകല അശുദ്ധിയെയും നീക്കി വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. അതിനാണ് ആയുസ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളാണ് വിശുദ്ധിയിൽ തികഞ്ഞവര് അല്ല, വിശുദ്ധിയെ തികയ്ക്കേണ്ടവരാ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വായിക്കാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ ഭൗതികമല്ല, നിത്യജീവനാണ് വാഗ്ദത്തം. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിന്റെയും ആത്മാവിന്റെയും സകല ശുദ്ധി നീക്കി നമ്മെ തന്നെ വെളിപ്പെടുത്തി
ദൈവഭയത്തിൽ വിശുദ്ധി തേക്കണം. ആയുസ് തരുന്നതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധി തേക്കണമെങ്കിൽ വിശുദ്ധ അപ്പം കഴിക്കണം. വിശുദ്ധ അപ്പം ദൈവത്തിന്റെ വചനമാണ്. വചനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനമാകുന്ന, ദൈവത്തിന്റെ ദാനമാകുന്ന വിശുദ്ധ അപ്പം ഭക്ഷിക്കുന്നവരാരാകും? വിശുദ്ധരായി മാറും. സ്തോത്രം. അപ്പോൾ വിശുദ്ധ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ വിശുദ്ധരായി മാറും. പ്രൈസ് ദി ലോർഡ്. അക്ഷരികമായി നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ ക്രമീകരണങ്ങൾ നല്ല കഴുകി വൃത്തിയാക്കിയല്ലേ കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ രോഗിയാവൂലേ? അപ്പോഴങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനമെന്ന വിശുദ്ധ വചനങ്ങൾ നമ്മൾ കണ്ടെത്തി ഭക്ഷിച്ചാൽ നമ്മൾ വിശുദ്ധരാവും. വിശുദ്ധി തേക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് ആയുസ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ദൈവം നമുക്ക് ആയുസ് തരുന്നത് വിശുദ്ധത്തേക്കാണെങ്കിൽ, നാം ആകട്ടെ നമ്മുടെ തലമുറയാകട്ടെ ആ വിശുദ്ധിയെ തേയ്പ്പാൻ തക്കവണ്ണം മനസ്സ് വെച്ചില്ലെങ്കിൽ എന്തുണ്ട്? വടി കൊണ്ട് അടിയുണ്ട്, വടി കൊണ്ട് ശിക്ഷയുണ്ട്. ശിക്ഷ നിരസിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ശിക്ഷ നിരസിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. എന്തിനെന്നറിയാമോ? കർത്താവിന്റെ ശിക്ഷ നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാ, നമ്മുടെ നടപ്പ് ക്രമത്തിലാക്കാൻ വേണ്ടിയാ. സ്തോത്രം. കർത്താവിന്റെ ശിക്ഷ നമ്മൾ നിരസിക്കരുത്. ഉപദേഷ്ടാവിന്റെ ശാസനം നിരസിക്കരുത്. സ്തോത്രം. ഉപദേഷ്ടാവ് ശാസിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമല്ല. ഉപദേഷ്ടാവിന്റെ ശാസന ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഉപദേഷ്ടാവിന്റെ വായില് ഉപദേശം എവിടെ നിന്ന് വരുന്നു? അങ്ങനെയാണെങ്കിൽ ശാസനം എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സ്തോത്രം. ഉപദേഷ്ടാവ് സ്നേഹിച്ചാൽ സ്നേഹം എവിടെ നിന്നാണ് വരുന്നത്? അത് ദൈവത്തിൽ നിന്നാണ്. ദൈവ സ്നേഹമാകുന്നു. സ്തോത്രം. ദൈവം വചനമാകുന്നു. വചനം ദൈവത്തിൽ നിന്ന് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ശാസനയും ശിക്ഷയും എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് വിനയപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ശാശ്വതമായ ഒരു ഭവനം സ്വർഗത്തിൽ ക്രമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്കൊരു ആയുസ് നീട്ടി തരികയാണ്. അതുകൊണ്ട് അഹങ്കരിക്കരുത്. ആർക്കും വേണ്ടി നമ്മൾ അഹങ്കരിക്കരുത്. ആരുടെയും പാപത്തിന് കൂട്ടാളിയാകരുത്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ക്രിസ്തുയേശുവിൽ കൃപാവരമോ നിത്യജീവനാണ്. ക്രിസ്തുയേശുവിൽ കൃപാവരം പ്രാപിക്കണമെങ്കിൽ വിശുദ്ധി തേക്കണം. വിശുദ്ധി തേക്കാൻ വേണ്ടിയാണ് ആയുസ് തരുന്നത്. വിശുദ്ധി തേക്കണമെങ്കിൽ ഉപദേശത്തിന് നമ്മൾ കീഴ്പ്പെടണം. സ്തോത്രം. അങ്ങനെ ഉപദേശത്തിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ സ്തോത്രം ദുർനടപ്പ്, ശുദ്ധിയും അത്യാഗ്രഹവും നമ്മുടെ ഇടയിൽ പറയുന്നവർ പറഞ്ഞോട്ടെ, പക്ഷെ നമ്മുടെ ഇടയിൽ പേര് പറയരുത്. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകരുത്. നമ്മെക്കുറിച്ച് ദുഷിച്ചാരെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, നമുക്ക് അത്യാഗ്രഹമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നെങ്കിൽ അവർ പറഞ്ഞോട്ടെ, പക്ഷെ നമുക്ക് അത്യാഗ്രഹം ഉണ്ടായിരിക്കരുത്. പൗലോസ് അപ്പോസ്തലനോടും നാട്ടുകാരെ പറഞ്ഞു, നീ അത്യാഗ്രഹിയാണെന്ന് പറഞ്ഞപ്പോൾ, വിഗ്രഹാരാധിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ജഡത്തിൽ വസിക്കുന്നവരാണെങ്കിൽ, ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ജഡികമായ കോട്ടകളെ, മനക്കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് സ്തോത്രം പള്ളിയിൽ പോകുന്നതിന്റെ പുറകില് വചനം വായിച്ച് ആത്മാവിൽ ബലപ്പെടുന്നതിന്റെ പുറകില് നമുക്ക് സ്തോത്രം വിദ്യാഭ്യാസം കിട്ടി, ഒരു തൊഴിൽ കിട്ടി, ജോലി കിട്ടി, ശമ്പളം കിട്ടി, അതിൽ നമുക്ക് ശമ്പളത്തിന്റെ വർധനം ഉണ്ടായാൽ നമ്മുടെ മനസ്സതിൽ വയ്ക്കരുത്. നാട്ടുകാർ നമ്മുടെ മനസ്സതിൽ വയ്ക്കുന്നുവെന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞാലും അവരോട് നമ്മൾ പറയണം, സ്തോത്ര സമ്പത്ത് വർദ്ധിച്ചാൽ